നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് 3 മലയാളികൾ കോവിഡ് ബാധിച്ചു മരിച്ചു. ഗൾഫിൽ കോവിഡ് ബാധിച്ചു മരിച്ച മലയാളികളുടെ എണ്ണം 269ആയി. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് ഇന്ന് 37 പേർ മരിച്ചു. 3927 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്തെ മരണസംഖ്യ 1511ആയി. കുവൈറ്റിൽ കോവിഡിനെ തുടർന്ന് ഇന്ന് 3 മരണം. രാജ്യത്തെ മരണം 344ആയി. ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് 444 സ്വദേശികളടക്കം 688 പേർക്ക്. ഖത്തറിൽ കോവിഡ് വ്യാപനം കുറയുന്നു. രാജ്യത്തെ പ്രതിദിന വ്യാപന നിരക്ക് തുടർച്ചയായ 2ാം ദിവസവും 1000-ലും താഴെയെത്തി. ഇന്ന് രാജ്യത്ത് ഒരു കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. കോവിഡ് നിയന്ത്രണ വിധേയമാകുന്ന അബുദാബിയിൽ കൂടുതൽ ഇളവുകൾ. ഷോപ്പിംഗ് മാൾ, റെസ്റ്റോറന്റ് തുടങ്ങി വാണിജ്യ സ്ഥാപനങ്ങളിൽ 60% പേരെ പ്രവേശിപ്പിക്കാമെന്ന് അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി ഇന്ന് 3 മലയാളികൾ കൂടി കോവിഡ് ബാധിച്ചു മരിച്ചു. മലപ്പുറം കുറ്റിപ്പുറം സ്വദേശി ഷറഫുദ്ദീൻ എന്ന മാനു ജിദ്ദയിൽ കൊറോണ ബാധിച്ചു മരിച്ചു. 41 വയസ്സായിരുന്നു. കണ്ണൂർ മേലേച്ചുവ സ്വദേശി ഹാരിസ് ബപ്പിരി കുവൈറ്റിൽ മരിച്ചു. 67 വയസ്സായിരുന്നു. കുവൈറ്റ് അദാൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കണ്ണൂർ പാവന്നൂർ സ്വദേശി ഏലിയൻ രത്നാകരൻ ഷാർജയിൽ വെച്ചാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. 1.5 മാസമായി ഷാർജ കുവൈത്തി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ചു മരിച്ച മലയാളികളുടെ എണ്ണം 269ആയി ഉയർന്നു. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 37 പേർ മരിക്കുകയും 3927 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ മരണസംഖ്യ 1511ഉം രോഗബാധിതരുടെ എണ്ണം 1,78,504 ഉയർന്നു. 12,21,028 മൊത്തം രോഗമുക്തർ. ആശുപത്രികളിൽ ചികിത്സയിലുള്ള 54,865 പേരിൽ 2283 പേർ ഗുരുതരാവസ്ഥയിലാണ്. കുവൈറ്റിൽ കോവിഡിനെ തുടർന്ന് 3 പേർ കൂടി മരിച്ചു. വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു ഇവർ. രാജ്യത്ത് കോവിഡിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം ഇതോടെ 344ആയി. 444 സ്വദേശികളടക്കം 688 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 44,391ആയി. ആകെ രോഗം സുഖമായവരുടെ എണ്ണം 34,586ആയി. ഖത്തറിൽ കോവിഡ് വ്യാപനം കുറയുന്നു. 1700നും 2000നും ഇടയിലേക്ക് ഉയർന്നിരുന്ന രാജ്യത്തെ പ്രതിദിന വ്യാപന നിരക്ക് തുടർച്ചയായ 2ാം ദിവസവും 1000-ലും താഴേക്കെത്തി. രോഗബാധിതരിൽ ഭൂരിപക്ഷവും രോഗാവസ്ഥയെ മറികടന്നതായി സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ മരണം 110ആണ്. അത്യാഹിത വിഭാഗത്തിൽ പരിചരണത്തിൽ തുടരുകയായിരുന്ന 77 വയസ്സ് പ്രായമായ ആൾ ഇന്ന് മരിച്ചു. 3777 പരിശോധനകൾ നടന്ന ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനകം അതിൽ 879 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. രാജ്യത്ത് 1153 പേർക്ക് കൂടി രോഗം ഭേദമായി. ഖത്തറിൽ 3,45,691 പരിശോധനകൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് വന്ദേ ഭാരത് മിഷൻ 4ാം ഘട്ടത്തിൽ 11 വിമാനങ്ങൾ കേരളത്തിലേക്ക് പറക്കും. റിയാദിൽ നിന്ന് 4 വിമാനങ്ങളും ജിദ്ദയിൽ നിന്ന് 3 വിമാനങ്ങളും ദമാമിൽ നിന്ന് 4 വിമാനങ്ങളും കേരളത്തിലേക്ക് പറക്കും. ജൂലൈ 3-ന് റിയാദ് കോഴിക്കോട് ദമാം കണ്ണൂർ, ജൂലൈ 4-ന് റിയാദ് തിരുവനന്തപുരം ദമാം കോഴിക്കോട്, 5-ന് ജിദ്ദ കണ്ണൂർ, 6-ന് ദമാം കൊച്ചി ജിദ്ദ കോഴിക്കോട്, 7-ന് റിയാദ് കണ്ണൂർ, 8-ന് ജിദ്ദ തിരുവനന്തപുരം, 9-ന് ദമാം തിരുവനന്തപുരം, 10-ന് റിയാദ് കൊച്ചി എന്നിങ്ങനെയാണ് പുതിയ ഷെഡ്യൂൾ. കുവൈറ്റിൽ വെച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരിച്ച കർണാടക സ്വദേശി ശ്യാമള ദേവിക്ക് ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ അസോസിയേഷന്റെ ഇടപെടലിനെ തുടർന്ന് കുവൈറ്റിൽ അന്ത്യവിശ്രമം. ബംഗളൂരു ദസർഹള്ളി സ്വദേശിനിയായ ശ്യാമള ദേവി 15 വർഷമായി കുവൈറ്റിലെ ഒരു സലൂണിൽ ജോലി ചെയ്തു വരികയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി ഇവരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് നാട്ടിൽ നിന്ന് മകൾ രാജേശ്വരി അറിയിച്ചത് പ്രകാരം സാമൂഹ്യ പ്രവർത്തകനും അംഗവുമായ സന്തോഷ് CHന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ദിവസങ്ങൾക്ക് മുന്നേ മരിച്ചതായി അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ഭൗതിക ശരീരം കുവൈറ്റിൽ സംസ്കരിക്കുന്നതിനായി മകൾ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ്
എക്സ്പാറ്റ്സ് അസോസിയേഷനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഖത്തറിലെ വിവിധ മലയാളി കൂട്ടായ്മകൾ ഒരുക്കുന്ന ചാർട്ടേഡ് വിമാനങ്ങളിൽ 500-ലേറെ പ്രവാസി മലയാളികൾ സൗജന്യമായി നാട്ടിലെത്തും. സംസ്കൃതി ഖത്തർ, ഇൻകാസ് ഖത്തർ, കൾച്ചറൽ ഫോറം ഖത്തർ എന്നീ കൂട്ടായ്മകളാണ് സൗജന്യ യാത്രയൊരുക്കി ഇതിനോടകം രംഗത്തെത്തിയത്. ഓരോ വിമാനത്തിലും ഇന്ത്യൻ എംബസിയിൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശരാശരി 180 പേർക്ക് വീതം നാട്ടിലേക്ക് തിരിക്കാൻ അവസരം ലഭിക്കും. ദോഹയിൽ നിന്നുള്ള 175ഓളം പ്രവാസികളുമായി തൃശൂർ ജില്ലാ സൗഹൃദവേദിയുടെ പ്രഥമ ചാർട്ടേഡ് വിമാനം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങി. അടിയന്തര യാത്രകൾ ആവശ്യമുള്ളവർ വലിയ തോതിൽ ശേഷിക്കുന്നതിനാൽ കൂടുതൽ ചാർട്ടേഡ് ഫ്ലൈറ്റ് സർവീസുകളെക്കുറിച്ച് ചിന്തിക്കുന്നതായി വേദി പ്രസിഡന്റ് അബ്ദുൾ റഫൂഖ് അറിയിച്ചു. കോവിഡ് നിയന്ത്രണ വിധേയമാകുന്ന അബുദാബിയിൽ കൂടുതൽ ഇളവുകൾ അധികൃതർ പ്രഖ്യാപിച്ചു. ഷോപ്പിംഗ് മാൾ, റെസ്റ്റോറന്റ് തുടങ്ങി വാണിജ്യ സ്ഥാപനങ്ങളിൽ ഇനി മുതൽ 60% പേരെ പ്രവേശിപ്പിക്കാമെന്ന് ആരോഗ്യ രോഗപ്രതിരോധ ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നേരത്തെ 40% പേർക്കായിരുന്നു പ്രവേശനാനുമതി. നിയന്ത്രണങ്ങളിലെ ഇളവ് ആരോഗ്യ സുരക്ഷയിലെ ഇളവായി കാണരുതെന്നും ശുചിത്വ മാർഗനിർദ്ദേശം പാലിച്ച് കോവിഡ് പകർച്ച തടയുന്നതിൽ സർക്കാരിനൊപ്പം പങ്കുചേരണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ഹോട്ടലുകളിൽ തീൻമേശയിൽ 4 പേരിൽ കൂടുതൽ പാടില്ല. 2 മേശകൾ തമ്മിൽ 2 മീറ്റർ അകലം വേണം. സമ്പർക്കം ഒഴിവാക്കാൻ കാത്തിരിപ്പ് സ്ഥലം അടച്ചിടണമെന്നും അറിയിപ്പിൽ പറയുന്നു. ഹജ്ജ് കോൺസൽ ജനറൽ എന്നീ നിലകളിൽ 2 ടേമുകളിലായി ജിദ്ദയിൽ ഇന്ത്യക്കാർക്ക് മികച്ച സേവനം നൽകിയ കോൺസൽ ജനറൽ മുഹമ്മദ് നൂർ റഹ്മാൻ ഷെയ്ഖ് ജിദ്ദയിൽ നിന്ന് വിട പറയുന്നു. ഡൽഹി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലേക്കാണ് അദ്ദേഹം മടങ്ങുന്നത്. ബീഹാറിൽ നിന്നുള്ള സദർ ആലം നൂർ റഹ്മാൻ ഷെയ്ഖിന് പകരമായി ചുമതലയേൽക്കും. ഐക്യരാഷ്ട്രസഭയിലെ ഫസ്റ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയാണിപ്പോൾ സദർ ആലം. ജിദ്ദയിൽ വാഹനമിടിച്ച് മലയാളി മരിച്ചു. കൊണ്ടോട്ടി ഒളവട്ടൂർ മങ്ങാട്ടുശാലിൽ MC മുഹമ്മദ് ഷാ ഹാജിയുടെ മകൻ അബൂബക്കർ സിദ്ദീഖാണ് മരിച്ചത്. ജിദ്ദ ഇർഫാൻ ആശുപത്രിക്ക് സമീപം സീത്തീൻ റോഡിൽ വെച്ചാണ് വാഹനമിടിച്ചത്. സൈക്കിൾ ചത്തുരത്തിന് സമീപം ഭക്ഷ്യധാന്യങ്ങൾ പൊടിച്ചു നൽകുന്ന കട നടത്തിവരികയായിരുന്നു. സൗദിയിലെ പ്രമുഖ ബാങ്കായ സാബിയുമായി ലയന കരാറിൽ NCB ഒപ്പുവച്ചു. ഇതോടെ രാജ്യത്തെ ആസ്തിയുടെ 1/3 നിക്ഷേപമുള്ള ഏറ്റവും വലിയ ബാങ്കായി സഖ്യം മാറും. 4 മാസത്തിനകം ലയിക്കാനാണ് തീരുമാനം. പബ്ലിക് ഇൻവെസ്റ്റ് ഫണ്ട്, പബ്ലിക് പെൻഷൻ ഏജൻസി, ഗോസി എന്നീ സർക്കാർ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ പ്രധാനമായും നിക്ഷേപിച്ചിരിക്കുന്നത് ഈ 2 ബാങ്കുകളിലാണ്. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് നിരക്ക്. 195 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 15 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായി. 102 പേർ രോഗമുക്തി നേടി. നിലവിൽ 1939 പേർ ചികിത്സയിലുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 111 ഹോട്ട്സ്പോട്ടുകളാണ്. കോവിഡ് രോഗികളുടെ എണ്ണം 200-നടുത്തെത്തിയതോടെ സമൂഹവ്യാപന ആശങ്കയും വർദ്ധിച്ചു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 47 പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 25 പേർക്കും തൃശൂരിൽ നിന്ന് 22, കോട്ടയം 15, എറണാകുളം 14, ആലപ്പുഴ 13, കൊല്ലം 12, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് 11, കോഴിക്കോട് നിന്ന് 8, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 6 പേർക്ക്, വയനാട് 5, തിരുവനന്തപുരം 4, ഇടുക്കി ജില്ലയിൽ നിന്ന് 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 118 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 62 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 15 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. മലപ്പുറം ജില്ലയിലെ 10 പേർക്കും കൊല്ലം ജില്ലയിലെ 2 പേർക്കും എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലെ ഒരാൾക്ക് വീതവുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 102 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 1939 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 2108 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. 281 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 1,67,978 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 6,166 സാമ്പിളുകൾ പരിശോധിച്ചു. പാലക്കാട് ജില്ലയിലെ പറളിയാണ് പുതിയ ഹോട്ട്സ്പോട്ട്. നിലവിൽ സംസ്ഥാനത്ത് 111 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. അതേസമയം 4 പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രതിദിനമുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 200-നടുത്തെത്തിയതും സമ്പർക്കത്തിലൂടെയുള്ള രോഗികൾ തുടർച്ചയായി 10-ലധികമാകുന്നതും സംസ്ഥാനത്തെ സമൂഹവ്യാപന ആശങ്ക വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെക്കൻ ജില്ലകളിൽ ഇന്ന് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ്. തിരുവനന്തപുരത്ത് 4, പത്തനംതിട്ടയിൽ 6, കൊല്ലത്ത് 12 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലത്തെ 2 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച 3 പേർ ഇതര സംസ്ഥാനത്ത് നിന്നും ഒരാൾ വിദേശത്ത് നിന്നും വന്നതാണ്. 4 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിലെ ആകെ രോഗികളുടെ എണ്ണം 86 ആയി. 25,836 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ 6 വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണാക്കി.
ദമ്പതിമാർ ഉൾപ്പെടെ കൊല്ലം ജില്ലയിൽ 12 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10 പേർ വിദേശത്ത് നിന്നും 2 പേർ ഇതര സംസ്ഥാനത്ത് നിന്നും എത്തിയവരാണ്. ജൂൺ 23-ന് കോവിഡ് സ്ഥിരീകരിച്ച റിമാൻഡ് പ്രതിയുടെ മകനും വിദേശത്ത് നിന്നും എത്തിയ കോവിഡ് രോഗിയുടെ ഭാര്യയ്ക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ജില്ലയിലെ ആകെ രോഗികളുടെ എണ്ണം 180 9,464 പേരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. പത്തനംതിട്ടയിൽ 6 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 4 പേർക്കും ഡൽഹിയിൽ നിന്നെത്തിയ 2 പേർക്കുമാണ് രോഗം. 166 രോഗികളാണ് ജില്ലയിൽ ആകെയുള്ളത്. 5,421 പേർ ആകെ നിരീക്ഷണത്തിലുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 11 പേർക്ക് വീതമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8 പേരും വയനാട് 5 പേരും രോഗബാധിതരായി. കാസർഗോഡ് ജില്ലയിൽ 11 പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 9 പേർ വിദേശത്തു നിന്നും 2 പേർ മഹാരാഷ്ട്രയിൽ നിന്നുമാണ് ജില്ലയിലെത്തിയത്. ജില്ലയിൽ 5 പേർക്ക് കോവിഡ് നെഗറ്റീവായി. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആരോഗ്യ പ്രവർത്തകയും രോഗം മാറിയവരിൽ ഉൾപ്പെടുന്നു. കണ്ണൂരിലും 11 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. എരഞ്ഞോളി സ്വദേശിയായ 26 വയസ്സുകാരനാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായത്. മംഗളൂരുവിൽ നിന്നും ജില്ലയിലെത്തിയ CISF ഉദ്യോഗസ്ഥനും രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ 8 പേർക്കാണ് രോഗബാധ. 7 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരാൾ മഹാരാഷ്ട്രയിൽ നിന്നുമാണ് എത്തിയത്. വയനാട് ജില്ലയിൽ 5 പേർക്കും രോഗബാധയുണ്ടായി. എല്ലാവരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. വിവിധ ബ്യൂറോകളുടെ റിപ്പോർട്ടോടെ അമൃത ന്യൂസ്, കോഴിക്കോട്. മലപ്പുറത്ത് കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനവ്. ഇന്ന് മാത്രം രോഗം ബാധിച്ച 47 പേർക്കാണ്. നേരത്തെ സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി വട്ടംകുളത്ത് നടത്തിയ പരിശോധനയിൽ 5 പേർക്ക് രോഗം കണ്ടെത്തിയത് ആശങ്ക ഉയർത്തുന്നു. മലപ്പുറത്തെ ആശങ്കയിലാഴ്ത്തി കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 47 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 4 പേർക്ക് സമ്പർക്കത്തിലൂടെയും 5 പേർക്ക് സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി നടത്തിയ സർവ പരിശോധനയിലൂടെയുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. വട്ടംകുളം പഞ്ചായത്തിലെ താമസക്കാരായ 39 വയസ്സുകാരൻ, 50 വയസ്സുകാരി, 33 വയസ്സുകാരി, 23 വയസ്സുകാരൻ, 32 വയസ്സുകാരി എന്നിവർക്കാണ് പ്രത്യേക പരിശോധനയിലൂടെ രോഗബാധ കണ്ടെത്തിയത്. കൂടാതെ മസ്കറ്റിൽ നിന്നെത്തിയ വട്ടംകുളം സ്വദേശിക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ രോഗം സ്ഥിരീകരിച്ച കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരി സ്വദേശിയുമായി അടുത്തിടപഴകിയ നാട്ടുകാരൻ, രോഗബാധയുണ്ടായ ചുങ്കത്ര സ്വദേശിയുമായി ഇടപഴകിയ 44 വയസ്സുകാരി, എടക്കര പാലേമാട് സ്വദേശി, രോഗം ബാധിച്ച കോഴിക്കോട് വിമാനത്താവള ജീവനക്കാരനുമായി അടുത്തിടപഴകിയ നിലമ്പൂർ സ്വദേശി എന്നിവർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം പടർന്നത്. ഇവർക്ക് പുറമെ കണ്ണൂരിൽ നിന്ന് വന്ന ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന 16 പേർക്കും വിദേശങ്ങളിൽ നിന്ന് വന്ന 21 പേർക്കുമാണ് COVID-19 സ്ഥിരീകരിച്ചത്. കൂടാതെ മലപ്പുറത്ത് ചികിത്സയിലുള്ള 3 ഇതര ജില്ലക്കാർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രോഗബാധിതരെല്ലാം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലാണ്. 247 പേരാണ് മലപ്പുറത്ത് നിലവിൽ ചികിത്സയിലുള്ളത്. ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം 26,987 ഉയർന്നു. സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി 5 പേർക്ക് വട്ടംകുളത്ത് രോഗം കണ്ടെത്തിയത് അതീവ ഗൗരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. ഇവരിൽ നിന്ന് രോഗം പടരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. ദിവസങ്ങൾക്ക് മുൻപാണ് എടപ്പാൾ, വട്ടംകുളം പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയത്. തുടർന്നാണ് ഇവിടെ പ്രത്യേക പരിശോധന നടത്തിയത്. അമൃത ന്യൂസ്, മലപ്പുറം. ഇനി മുതൽ ഞായറാഴ്ചകളിൽ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇല്ല. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി. ലോക്ക്ഡൌണിൽ ഇളവുകൾ വന്നപ്പോഴാണ് സംസ്ഥാനത്ത് ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. അവശ്യ സർവീസുകളെ മാത്രമാണ് അനുവദിച്ചിരുന്നത്. എന്നാൽ ആരാധനാലയങ്ങൾ തുറന്നതും പ്രവേശന പരീക്ഷകൾ ഉണ്ടായിരുന്നതും മൂലം കഴിഞ്ഞ 2 ആഴ്ചകളിൽ ലോക്ക്ഡൌണിൽ ഇളവുകൾ നൽകിയിരുന്നു. മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി, DGP എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഞായറാഴ്ചകളിലെ ലോക്ക്ഡൌൺ ഇനി തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. കണ്ടെയ്ൻമെന്റ് സോണുകളിലും ഹോട്ട്സ്പോട്ടുകളിലും കർശന നിയന്ത്രണങ്ങൾ തുടരും. അനന്തമായി ഞായറാഴ്ച ലോക്ക്ഡൌൺ നീട്ടിക്കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ ലോക്ക്ഡൌൺ തുടരുന്നതുകൊണ്ട് കാര്യമായ പ്രയോജനമില്ലെന്നും ഉന്നതതല യോഗം വിലയിരുത്തി. ഇതോടെ ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ സ്ഥാപനങ്ങളും ഇനി മുതൽ ഞായറാഴ്ചകളിലും തുറക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രോഗലക്ഷണങ്ങളോ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്ത കോവിഡ് രോഗികളെ വീട്ടിൽ നിരീക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് ആലോചന. ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും വീടുകളിൽ നിരീക്ഷണം. ഇത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് സർക്കാരിന് ശുപാർശ നൽകി. സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഓഗസ്റ്റ് ആകുമ്പോഴേക്കും രോഗവ്യാപന തോത് വലുതായി ഉയരുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ ചികിത്സയ്ക്ക് സംസ്ഥാനത്തെ ആശുപത്രി സംവിധാനങ്ങൾ മതിയാകാതെ വരും. സർക്കാർ ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളെയും കോവിഡ് ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ്.
എന്നാൽ രോഗബാധിതരുടെ എണ്ണം 10,000-ഓ അതിലധികമോ ആയാൽ ചികിത്സാ സംവിധാനം ഒരുക്കാനാവില്ല. ഇതിനായി ബദൽ മാർഗമാണ് ആരോഗ്യവകുപ്പ് ആലോചിക്കുന്നത്. രോഗബാധ കൂടുതലുള്ള ജില്ലകളിൽ ചികിത്സാ സംവിധാനമില്ലെങ്കിൽ മറ്റു ജില്ലകളിലെ ആശുപത്രികളെ ആശ്രയിക്കും. ഇതിനു പുറമെ രോഗലക്ഷണങ്ങളോ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ലാത്തവരെ വീട്ടിൽ തന്നെ നിരീക്ഷിക്കാമെന്ന ശുപാർശ ആരോഗ്യവകുപ്പ് സർക്കാരിന് നൽകിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലായിരിക്കും നിരീക്ഷണമൊരുക്കുക. ആശുപത്രി സംവിധാനത്തിന്റെ കുറവ് പരിഹരിക്കുന്നതിനൊപ്പം സൗജന്യ കോവിഡ് ചികിത്സ മൂലം സർക്കാരിനുണ്ടാകുന്ന ബാധ്യതയും ഇതുമൂലം കുറയ്ക്കാനാവും. നിലവിൽ കോവിഡ് ചികിത്സയ്ക്കായി രോഗികൾ 10 ദിവസത്തിലധികം ആശുപത്രിയിൽ തുടരേണ്ടി വരുന്നു. ചില രോഗികൾ 1 മാസത്തിലധികം ആശുപത്രിയിൽ കഴിയേണ്ട സാഹചര്യവും ഉണ്ട്. ഇതെല്ലാം സർക്കാരിനുണ്ടാക്കുന്നത് ഭീമമായ ബാധ്യതയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൂടുതൽ CASF ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ ഇറങ്ങുന്നതോടെ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ നിരീക്ഷണത്തിൽ പോകുന്നത് വിമാനത്താവളത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കും. വിമാനത്താവളത്തിലെ 6 CASF ഉദ്യോഗസ്ഥർക്കാണ് കഴിഞ്ഞ ദിവസം COVID-19 സ്ഥിരീകരിച്ചത്. ഇതുവരെ 17 ഉദ്യോഗസ്ഥരാണ് രോഗം ബാധിച്ച് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ഇവരെ കൂടാതെ 3 DSC ജീവനക്കാർക്കും രോഗം ബാധിച്ചു. കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് രോഗം വ്യാപിക്കുന്നത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്ന് കിയാൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരുടെ കുറവ് നിയന്ത്രണങ്ങളെയും പരിശോധനകളെയും സാരമായി തന്നെ ബാധിക്കും. ചാർട്ടേഡ് വിമാനങ്ങളിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമുള്ളപ്പോഴാണ് ജീവനക്കാർ കൂട്ടത്തോടെ നിരീക്ഷണത്തിലേക്ക് പോകുന്നത്. വിമാനത്താവളത്തിലെ ജീവനക്കാരടക്കം ഇതിനകം 50ഓളം CASF ഉദ്യോഗസ്ഥരോടാണ് നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അമൃത ന്യൂസ്, കണ്ണൂർ. തമിഴ്നാട്ടിൽ കോവിഡ് ബാധിച്ച് മാധ്യമപ്രവർത്തകൻ മരിച്ചു. 15 ദിവസമായി ചെന്നൈ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന രാജ് TV ക്യാമറാമാൻ വേൽമുരുകനാണ് മരിച്ചത്. അതിർത്തിയിൽ സംഘർഷ സാധ്യത തുടരുന്നു. ചർച്ചയിലെ ധാരണ പാലിക്കാതെ പീപ്പിൾസ് ലിബറേഷൻ ആർമി. പങ്കോങ്സോയ്ക്ക് സമീപം ചൈനീസ് ഹെലിപ്പാഡ് ഉണ്ടെന്ന റിപ്പോർട്ട്. പ്രകോപനം തുടർന്നാൽ ശക്തമായ മറുപടിക്കൊരുങ്ങുകയാണ് രാജ്യം. സൈനിക തലത്തിൽ നടന്ന ചർച്ചകൾ ശുഭസൂചകമായിരുന്നുവെങ്കിലും ധാരണകൾ ഇപ്പോഴും പാലിക്കാൻ ചൈനീസ് സൈനികർ തയ്യാറാവുന്നില്ല. സംഘർഷ മേഖലയിൽ നിന്നും ഇരു രാജ്യങ്ങളും സേനകളെ പിൻവലിക്കണം എന്നായിരുന്നു ഏറ്റവും ഒടുവിലുണ്ടാക്കിയ ധാരണ. എന്നാൽ പഴയ അനുഭവങ്ങൾ മുൻനിർത്തി ചൈനീസ് പിന്മാറ്റം ഉണ്ടായാൽ മാത്രം പിന്നോട്ടെന്ന നിലപാട് രാജ്യം കൈക്കൊണ്ടു. യഥാർത്ഥത്തിൽ രാജ്യവും കേന്ദ്ര സർക്കാരും എടുത്ത തീരുമാനം ശരി എന്ന നിലയിലാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. പാങ്കോങ് സോയ്ക്ക് സമീപം ചൈനീസ് ഹെലിപ്പാഡ് ഉണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. നിർമ്മാണം നിരോധിച്ച മേഖലയിൽ പോലും വൻതോതിൽ സൈനികരെ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഫിംഗർ 3, 2 എന്നിവിടങ്ങളിൽ ചൈനീസ് നിരീക്ഷണം ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ ഇവിടുത്തെ പല മേഖലയിലേക്കും നടന്നു മാത്രമാണ് എത്താൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഹെലിപ്പാഡ് നിർമ്മാണം വഴി സേനാവിന്യാസം സാധ്യമാക്കുകയാണ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ലക്ഷ്യം. ഇത് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളാണ് രാജ്യത്തെ സേനാ മേധാവികൾ നടത്തുന്നത്. നിർമ്മാണ പ്രവർത്തനം ചൈന അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തുകയാണ് അതിർത്തി രക്ഷാസേന. പുതിയ സാഹചര്യത്തിൽ നിലയുറപ്പിച്ചിട്ടുള്ള സൈനികർ അതാത് സ്ഥലത്ത് തുടരും. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയും അതിർത്തിയിൽ നിലയുറപ്പിച്ച സ്ഥലത്ത് തന്നെ ഉണ്ടാകും. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കവും ചെറുക്കാൻ കഴിയുന്നത്ര സേനാബലമുണ്ടെന്നും ഉന്നത സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. മറിച്ചുള്ള റിപ്പോർട്ട് തെറ്റാണെന്നും സൈനിക കേന്ദ്രങ്ങൾ പറയുന്നു. തുടർച്ചകൾ മുന്നോട്ടു പോകുന്നതിനനുസരിച്ച് മാത്രമേ ഇനി രാജ്യം മറിച്ചൊരു നിലപാട് കൈക്കൊള്ളുകയുള്ളൂ. അതേസമയം നിലവിലെ സ്ഥിതിഗതികൾ യൂറോപ്യൻ രാജ്യങ്ങളെ അടക്കം രാജ്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ 141 കോടി രൂപ അനുവദിച്ചു. കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായി ലഭിക്കാനുള്ളതിനാൽ ജൂലൈ 1 മുതൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ തുക അനുവദിച്ചത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. 200 കോടിയോളം രൂപ കുടിശ്ശികയായി ലഭിക്കാനുണ്ടെന്നും അതിനാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുവെന്നും വ്യക്തമാക്കി സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. 188 ആശുപത്രികളാണ് പിന്മാറുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയത്. ലക്ഷക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസകരമായ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിന്മാറുന്നത് ആരോഗ്യമേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നും മനസ്സിലാക്കിയാണ് സർക്കാർ അടിയന്തരമായി തുക നൽകിയത്. 141 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. കണക്കുകൾ പ്രകാരം സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾക്ക് ഈ സാമ്പത്തിക വർഷം സർക്കാർ യാതൊരു തുകയും നൽകിയിട്ടില്ല. ഇതിനു മുൻപുള്ള തുകയും കുടിശ്ശികയാണ്.
കഴിഞ്ഞ ഡിസംബറിൽ സ്വകാര്യ ആശുപത്രികൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തപ്പോൾ 30% തുക സർക്കാർ നൽകിയിരുന്നു. അതേസമയം കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ മേഖലയെപ്പോലെ സ്വകാര്യ മേഖലയിലും ബാധിച്ചതിനാൽ മുന്നോട്ടു പോകുക പ്രയാസമെന്നാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രോപൊലിത്തയുടെ നവതി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രത്തിനു വേണ്ടിയുള്ള സമർപ്പിത ജീവിതമാണ് മെത്രോപൊലിത്തയുടേതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മർത്തോമ സഭയുടെ തിരുവല്ലയിലെ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സഭാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രോപൊലിത്തയുടെ നവതി ആഘോഷങ്ങൾ വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള സമർപ്പിത ജീവിതമാണ് ഡോക്ടർ ജോസഫ് മർത്തോമ മെത്രോപൊലിത്തയുടേതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഡോക്ടർ ജോസഫ് മാർത്തോമ ഹാഡ് ഡിവോട്ടഡ് ഹിസ് ലൈഫ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് അവർ സൊസൈറ്റി and nation. He has been particularly passionate about removal of poverty and women empowerment. 10 മിനിറ്റ് നീണ്ട പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം മറുപടി പ്രസംഗം നടത്തിയ ജോസഫ് മെത്രോപൊലിത്ത രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി നരേന്ദ്രമോദി നടത്തുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും സഭയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് പറഞ്ഞു. കർദിനാൾ ക്ലിമ്മീസ് കാത്തോലിക്ക ബാവ, രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ PJ കുര്യൻ, തന്ത്രിമുഖ്യൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരി, ആന്റോ ആന്റണി MP, മാത്യു ടി തോമസ് MLA, ജില്ലാ കളക്ടർ PB നൂഹ് തുടങ്ങി സാമൂഹ്യ, രാഷ്ട്രീയ, മത, സമുദായ രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. വനിതാ സിവിൽ പോലീസിൽ എഴുത്തുപരീക്ഷയും കായിക പരിശോധനയും വിജയിച്ച 2000-ഓളം ഉദ്യോഗാർത്ഥികൾ 2 വർഷമായി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും കാത്തു കഴിയുകയാണ്. കായികക്ഷമതാ പരിശോധനയ്ക്ക് ഹാജരാകാൻ സാധിക്കാതിരുന്ന ഗർഭിണികളായ 20 പേർ ട്രിബ്യൂണലിൽ കേസ് നൽകിയതിനാൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ നിയമതടസ്സമുണ്ട് എന്ന് PSC അറിയിച്ചു. 20 പേർക്ക് വേണ്ടി 2000-ഓളം പേരുടെ ഭാവി തുലാസിലാകുന്ന നടപടിയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എഴുത്തു പരീക്ഷയും കായികക്ഷമതാ പരിശോധനയും എന്ന കടമ്പ വിജയിച്ചെത്തിയ ഒരു സംഘം മിടുക്കരായ പെൺകുട്ടികളാണിവർ. പക്ഷേ സർക്കാർ ജോലി കിട്ടാൻ കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടി വേണം. 2018 ജൂലൈയിലാണ് ഇവർ വനിതാ സിവിൽ പോലീസിന്റെ എഴുത്തു പരീക്ഷ എഴുതിയത്. കായിക പരിശോധനയും വിജയിച്ച് ഷോർട്ട് ലിസ്റ്റിൽ കടന്നുകൂടിയത് 2000-ഓളം പേരാണ്. ഇതിനിടെ കായിക പരിശോധനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ഗർഭിണികളായ 20-ഓളം പേർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസ് നൽകി. ഇവർക്ക് കൂടി കായിക പരീക്ഷ നടത്തണമെന്ന് കോടതിയും വിധിച്ചു. ഇതേ തുടർന്ന് 20 പേരുടെ കൂടി കായിക പരീക്ഷ നടത്തിയ ശേഷമേ വിജയിച്ച 2000-ഓളം പേരുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാനാകൂ എന്ന കടും പിടുത്തത്തിലാണ് PSC. 2.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഈ ഫിസിക്കലിന് വേണ്ടിയിട്ട് ഇങ്ങനെ മക്കൾ പോലും ആകാതെ വെയിറ്റ് ചെയ്യുവാണ്. മാതൃത്വത്തിൻ്റെ പരമായിട്ടാണ് അവരെ കൂടെ കോടതി പോലും നിൽക്കുന്നത്. ഇതേ മാതൃത്വം പോലും നമ്മൾ നിഷേധിച്ചിട്ടിരിക്കുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ഞങ്ങളിവിടെ പ്രാക്ടീസിന് വേണ്ടി വരുന്ന വഴിയിലായാലും രാവിലെ ആയാൽ പോലും എണീറ്റ് പോകുമ്പോൾ ആ പെൺകുട്ടികളാണെന്നുള്ള ഒരു പ്രശ്നം ഞങ്ങൾ നേരിടുന്നുണ്ട്. എന്ന് വെച്ചാൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതെവിടെ പോകുന്നുണ്ട്, നാട്ടുകാരിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു പൊതു സ്ഥലത്ത് പോകാൻ തന്നെ ശരിക്കും പേടിയാണ്. ഇതുവരെ ജോലി ആയില്ലേ, കുറേ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യല്ലേ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം സഹിച്ചിട്ടാണ് ഞങ്ങളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. എനിക്കിപ്പോൾ 27 വയസ്സായി. 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിലൊരു അലയൻസ് വന്ന് അത് ഏകദേശം ഉറപ്പിച്ച് വെച്ചിരുന്നതാണ്. എനിക്ക് 2 തവണ കല്യാണത്തിന് ഡേറ്റ് എടുത്താണ്. 2 വീട്ടിൽ നിന്നുള്ള മെൻ്റലി പ്രഷർ നമുക്ക് തരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഏജ് കൂടുന്നു എന്നുള്ളൊരു പ്രശ്നം. പെൺപിള്ളേരാണ്, ഒരു പരിധി വരെ ഇല്ല. പിന്നെ ഞാൻ കെട്ടിച്ച് വിടേണ്ട ഈ പ്രായത്തിൽ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പൈസ വെറുതെ കൊണ്ട് കളയുന്നു എന്നുള്ളൊരു പ്രശ്നം. തങ്ങളുടെ ദുരിതകഥ മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ തുടങ്ങി നിരവധി പേരുടെ മുന്നിൽ ഇവർ അവതരിപ്പിച്ചു. ഒടുവിൽ കേസ് നടത്തിയ 20 പെൺകുട്ടികൾക്കായി ഇക്കഴിഞ്ഞ മാർച്ച് 21-ന് കായിക പരീക്ഷ നടത്താൻ PSC തീരുമാനിച്ചിരുന്നുവെങ്കിലും കോവിഡിന്റെ രൂപത്തിൽ വീണ്ടും വില്ലനെത്തി. കോവിഡ് മാനദണ്ഡമനുസരിച്ച് കായിക പരിശോധന ഇപ്പോഴൊന്നും നടത്താനാകില്ലെന്ന് വീണ്ടും PSC നിലപാടെടുത്തു. അതേസമയം ഇവർക്കൊപ്പം പരീക്ഷ എഴുതിയ പുരുഷന്മാരിൽ പകുതിയിലേറെ പേർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു. രാവിലെ 4 മണിക്ക് എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മോനെ സ്കൂളിൽ പോകാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ട് 6 മണിയാകുമ്പോൾ വരും. ഒരു 7-7:30 വരെയൊക്കെ നിന്ന് പിടച്ചടിച്ച് ചെയ്തിട്ടാണ് പെട്ടെന്ന് ഓടുന്നത്. മോനെ ബസ് 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും സ്കൂൾ ബസ് വരും. കോവിഡ് പ്രതിരോധ രംഗത്ത് കൂടുതൽ പോലീസിനെ സംസ്ഥാനത്ത് ആവശ്യമാണ്. സേനയിൽ 25% വനിതാ പ്രാതിനിധ്യമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിക്കുമ്പോഴാണ് 20 പേരുടെ പേര് പറഞ്ഞ് 2000-ഓളം പേരുടെ ഭാവി തുലാസിലാക്കുന്നത്. ഞങ്ങളുടെ സർക്കാർ ജോലി എന്നുള്ള ഈ സ്വപ്നം അതിന് എത്ര കാലം കാത്തിരിക്കണമെന്നോ അതോ ഇനി പാതി വഴിയിൽ ഉപേക്ഷിക്കണമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്ക. ക്യാമറാമാൻ ചന്ദ്രജോസിനൊപ്പം അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കോഴിക്കോട് നഗരത്തിലെ ജ്വല്ലറി ഷോറൂമിൽ വൻ തീപിടുത്തം. 22 ബൈക്കും 5 കാറുകളും കത്തിനശിച്ചു. ജ്വല്ലറിയിലുണ്ടായിരുന്ന 12 പേരെ കെട്ടിടത്തിന്റെ ചില്ല് തകർത്ത് രക്ഷപ്പെടുത്തി. കോഴിക്കോട് നഗരത്തെ ആശങ്കയിലാഴ്ത്തി രാവിലെ 11:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. നഗരത്തിലെ കോട്ടൂളിയിൽ അപ്പോളോ ജ്വല്ലറിയുടെ പുതിയ ഷോറൂമിലായിരുന്നു തീപിടുത്തം. കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ പുക ഉയരുന്നത് കണ്ട ജീവനക്കാരനാണ് ആദ്യം വിവരം പുറത്തറിയിച്ചത്. ബേസ്മെന്റിൽ അറ്റകുറ്റപ്പണി നടത്തി വരികയായിരുന്നു. ഇവിടെ ഉപയോഗിച്ച രാസവസ്തുക്കൾ തീ പടരാൻ ഇടയാക്കിയെന്നാണ് നിഗമനം. മുകൾ നിലയിലുണ്ടായിരുന്ന ജീവനക്കാരെയും സ്വർണം വാങ്ങാനെത്തിയവരെയും ചില്ല് തകർത്ത് രക്ഷപ്പെടുത്തി. ആദ്യം നോക്കിയത് ആളുകൾ എവിടെയുള്ളത്, താഴെയുള്ളതൊക്കെ പുറത്ത് കിടന്നു. അപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോറിൽ ആളുണ്ടെന്ന് പറഞ്ഞു. ഗ്ലാസ് പൊട്ടിക്കാൻ പറഞ്ഞു. പൊട്ടിച്ചതിൽ പുറത്ത് കിടന്നു. മേലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അവരെ ധൈര്യം പേടിയില്ല. അത് ലാസ്റ്റ് ആ ഭാഗത്തോട്ട് ബാക്ക് സൈഡിൽ ഡോറുള്ളത് കൊണ്ട് ബേസ്മെന്റിൽ പാർക്ക് ചെയ്തിരുന്ന 22 ബൈക്കുകളും 3 കാറുകളും കത്തിനശിച്ചു. അഗ്നിശമന സേനയുടെ 5 യൂണിറ്റുകൾ മണിക്കൂറുകൾ പരിശ്രമിച്ച് തീയണച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. ബസ് ചാർജ് മിനിമം 10 രൂപയാക്കണമെന്ന ശുപാർശ സർക്കാരിന് നൽകി ഗതാഗത വകുപ്പ്. നഷ്ടം കുറയ്ക്കാൻ നിരക്ക് 25% കൂട്ടണം എന്നാണ് ആവശ്യം. അന്തിമ തീരുമാനം തിങ്കളാഴ്ച ഉണ്ടായേക്കും. അതേസമയം മിനിമം ചാർജ് 12 രൂപയാക്കണമെന്നാവശ്യപ്പെട്ട് KSRTC സർക്കാരിന് കത്ത് നൽകി. ബസ് ചാർജ് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാനാവില്ലെന്നാണ് ഗതാഗത വകുപ്പിന്റെ നിലപാട്. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി വിലയിരുത്തിയ ശേഷമാണ് സർക്കാരിന് ശുപാർശ സമർപ്പിക്കാൻ തീരുമാനിച്ചത്. മിനിമം ചാർജ് 10 രൂപയെങ്കിലും ആക്കണമെന്ന ശുപാർശയാണ് വകുപ്പ് സർക്കാരിന് നൽകിയിരിക്കുന്നത്. യാത്രക്കാരുടെ കുറവും ഇന്ധനവിലയിലെ വർധനവും മൂലം നിരക്ക് 25% കൂട്ടണമെന്നാണ് ആവശ്യം. വർധന കോവിഡ് കാലത്തേക്ക് മാത്രമാണെന്ന് ഗതാഗത വകുപ്പ് വിശദീകരിക്കുന്നുണ്ടെങ്കിലും കോവിഡിന് ശേഷം നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഇല്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് KSRTC മുന്നോട്ടു പോകുന്നത്. നിരക്ക് വർധന വേണമെന്ന ആവശ്യവുമായി സ്വകാര്യ ബസ് ഉടമകളും സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. നേരത്തെ കോവിഡ് കാലത്ത് ചാർജ് വർദ്ധിപ്പിച്ച ശേഷം നിരക്ക് പിൻവലിച്ചപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയിലടക്കം പോയിരുന്നു. മാത്രമല്ല, ഇന്ധനവില ദിനംപ്രതി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ കൂടിയത് 10 രൂപ. വരും ദിവസങ്ങളിലും ഇത് കൂടാനാണ് സാധ്യത. അതേസമയം മിനിമം ചാർജ് 12 രൂപയെങ്കിലും ആക്കാതെ പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് KSRTCയുടെ നിലപാട്. മിനിമം നിരക്കിൽ യാത്ര ചെയ്യാവുന്ന ദൂരം 5 നിന്ന് 2.5 കിലോമീറ്ററായി കുറയ്ക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 1 രൂപ 10 പൈസ വീതം കൂട്ടണം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KSRTC സർക്കാരിന് കത്ത് നൽകി. ഇതുകൂടി പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനം എടുക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കായികം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾസ്. എന്നെന്നും നിങ്ങളുടെ ഭവനത്തിന് സൂര്യ തേജസ്. ഇറ്റാലിയൻ ലീഗിൽ തകർപ്പൻ ജയവുമായി യുവെന്റസ്. ലീസിനെതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് തകർത്തത്. 53-ാം മിനിറ്റിൽ അർജന്റീനിയൻ താരം യുവെന്റസ്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ സമാപിക്കുന്നു. ശുഭരാത്രി, നമസ്കാരം.